ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റോക്കിന്റെ വാല്യുവേഷൻ കണ്ടുപിടിക്കുന്നതെന്നും അതിലെ പല മെത്തേഡ്സിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. പല ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രൈസ് കമ്പാരിസൺ ആണ്. അതായത് തങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനിയും അതേ ഫീൽഡിലുള്ള മറ്റൊരു കമ്പനിയുടെ പ്രൈസുമായി കമ്പയർ ചെയ്തുകൊണ്ട് വളരെ ചീപ്പായി ലഭിക്കുന്നു എന്ന കൺക്ലൂഷനിലെത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതായാണ് കാണാറുള്ളത്. ഇതൊരു തെറ്റായ രീതിയാണ്. ഇതിലൂടെ വലിയ നഷ്ടങ്ങൾ തന്നെ ഇൻവെസ്റ്റേഴ്സിന് സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയുടെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയുള്ള കുറച്ച് നല്ല മെത്തേഡ്സ് ആണ്. അതിലുള്ള ചില മെത്തേഡ്സ് എന്ന് പറയുന്നത് കമ്പാരബിൾ കമ്പനി അനാലിസിസ്, ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ മെത്തേഡ്, അതുപോലെ നെറ്റ് അസറ്റ് വാല്യൂ മെത്തേഡ് തുടങ്ങിയ മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കമ്പാരബിൾ കമ്പനി അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതേ ഫീൽഡിലുള്ള മറ്റൊരു കമ്പനിയെ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ആ കമ്പനിയുടെ പ്രൈസ് അല്ല ഇതിൽ കമ്പയർ ചെയ്യുന്നത്. ആ കമ്പനിയുടെ PE റേഷ്യോ, PB റേഷ്യോ, PS റേഷ്യോ, EV/EBITD, അതുപോലെ EV/സെയിൽ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇതിൽ യൂഷ്വലി നടത്താറുള്ളത്. ഇതിലൂടെ ഈ രണ്ട് കമ്പനികളുടെയും എക്സാക്ട് പൊസിഷനും ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഷെയർ വാല്യൂ മാത്രം നോക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ എങ്ങനെ മിസ്റ്റേക്ക് സംഭവിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ അഥവാ 10 രൂപ വിലയുള്ള കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. എന്നാൽ അതേ ഫീൽഡിലുള്ള മറ്റൊരു കമ്പനിയുടെ ഷെയറിന് 20 രൂപയുമാണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ 10 രൂപ ഷെയർ വാല്യൂ ഉള്ള കമ്പനിയുടെ 100 ഷെയറുകളും 20 രൂപ ഷെയർ വാല്യൂ ഉള്ള കമ്പനിയുടെ 50 ഷെയറുകളുമാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ എത്രത്തോളം തെറ്റിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഷെയർ വാല്യൂ മാത്രം നോക്കിയല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, കമ്പനിയുടെ ഫണ്ടമെന്റൽസും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരേ ഫീൽഡിലുള്ള ഒരേ മാർക്കറ്റ് ക്യാപ്പുള്ള ബിസിനസ്സുകളെ മാത്രമേ ഈ മെത്തേഡ് ഉപയോഗിച്ച് കമ്പയർ ചെയ്താൽ ഒരു എക്സാക്ട് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഈ കമ്പാരിസൺ നടത്തുമ്പോൾ ഓരോ ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ കമ്പനിയുടെ PE റേഷ്യോ അല്ലെങ്കിൽ PB റേഷ്യോ റെഡ്യൂസ് ആയത് എന്നതിനുള്ള ഉത്തരവും കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം അതും ഒരു മിസ്റ്റേക്കായി മാറിയേക്കാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് DCF മെത്തേഡാണ്, അതായത് ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ മെത്തേഡ്. ഇതിൽ നമ്മൾ കമ്പനിയുടെ ഇൻട്രൻസീവ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പല ബിഗ് ഇൻവെസ്റ്റേഴ്സും കൺസേൺ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഇൻട്രൻസീവ് വാല്യൂ. കൂടാതെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ കൂടിയാണിത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഫ്രീ ക്യാഷ് ഫ്ലോ ആണ്. എന്താണ് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ മൈനസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റുമായി ഇതിന് ഡിഫറൻസ് ഉണ്ട്. കാരണം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ കമ്പനി ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്താൽ അവർ അത് പ്രോഫിറ്റായാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ക്യാഷ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്താൻ സമയമെടുത്തേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചില സെയിൽസിന് അവർക്ക് ക്യാഷ് ലഭിച്ചില്ല എന്നും വരാം. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയുടെ യഥാർത്ഥ ട്രാൻസാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് ക്യാഷ് ഫ്ലോസ്. അടുത്തതായി നോക്കുന്നത് ഇനീഷ്യൽ ഫ്രീ ക്യാഷ് ഫ്ലോസ് ആണ്. അതായത് ലാസ്റ്റ് 3 ഇയർ ക്യാഷ് ഫ്ലോയുടെ ഒരു ആവറേജ് ആണിത്. ഇത് വെച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന 5 അല്ലെങ്കിൽ 6 വർഷത്തേക്ക് ഈ ക്യാഷ് ഫ്ലോ എത്രയായിരിക്കുമെന്ന് അസംഷൻ നടത്തും. അസംഷൻ നടത്തുന്നത് സെക്ടേഴ്സ്, അതുപോലെ കമ്പനിയുടെ പ്രോഡക്റ്റ്, കമ്പനിയുടെ മാർജിൻ്റെ അവൈലബിലിറ്റി തുടങ്ങിയവ അനുസരിച്ചായിരിക്കും ഒരു അസംഷൻ നടത്തുക. അത് കഴിഞ്ഞ് 10 വർഷത്തേക്കുള്ള ഒരു ക്യാഷ് ഫ്ലോയുടെ അസംഷൻ കൂടി നമ്മൾ നടത്തും. യൂഷ്വലി ഇത് 1% എടുക്കാറുള്ളത്. അതിനുശേഷം ഈ കാണുന്ന ഫോർമാറ്റിലേക്ക് ഇത് ഓരോന്നായി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ഇൻട്രൻസീവ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ന് പല വെബ്സൈറ്റുകളും ഇതിനുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാല്യൂ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്കിന്റെ യഥാർത്ഥ വാല്യൂ കണ്ടെത്താൻ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അടുത്തതായി നോക്കുന്നത് നെറ്റ് അസറ്റ് വാല്യൂ ആണ്. ഇതിൽ ഒരു കമ്പനിയുടെ അസറ്റ് മൈനസ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ് നോക്കുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് NAV എന്നാണ് യൂഷ്വലി പറയാറുള്ളത്. ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് NAVയും ആ കമ്പനിയുടെ ഷെയർ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു ഡാറ്റയിലൂടെ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഹ്യൂജ് ഡിഫറൻസ് വന്നാൽ അതൊരു നല്ല സൈൻ അല്ല. പൊതുവെ ഈ ഒരു വാല്യൂ പീപ്പിൾ ഓറിയന്റഡ് ബിസിനസ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം അസറ്റിന്റെ പ്രോബ്ലം അവിടെ സൃഷ്ടിച്ചേക്കാം. അതായത് IT അതുപോലെ അഡ്വർടൈസിംഗ് കമ്പനിയിൽ അവരുടെ വാല്യൂ എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലാണ്. അത് നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. സ്റ്റോക്ക് വാല്യൂഷനുമായി ബന്ധപ്പെട്ട ഈ ടേമുകളെ കുറിച്ച് ഇൻവെസ്റ്റേഴ്സിന് ഒരു ഐഡിയ ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റ് വഴി അറിയിക്കുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.